അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ വൽ ജുലൂസു മഅക യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഹോബി അങ്ങയോടൊപ്പം ഇരിക്കലാണ്. അങ്ങയോടൊപ്പം ഇരിക്കൽ, അങ്ങയുടെ അടുത്തിരിക്കൽ. എന്തൊരു സുഖമാണത്! അങ്ങയുടെ അടുത്തിരിക്കലാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രസം. ഒന്ന്, അങ്ങയെ നോക്കിയിരിക്കുക, അങ്ങയുടെ മുഖത്തേക്ക് നോക്കി. രണ്ട്, അങ്ങയോടൊപ്പം ഇരിക്കുക. അങ്ങ് പോകുന്ന സ്ഥലത്ത്, അങ്ങ് ഇരിക്കുന്ന സ്ഥലത്ത്, അങ്ങ് കിടക്കുന്ന സ്ഥലത്ത് അങ്ങയോടൊപ്പം ഇരിക്കുക. മൂന്ന്, നബിയേ അങ്ങ് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുക. നബി ഇവിടെ ഒരു വലിയ വാക്കുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുക എന്നല്ല നബി തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അങ്ങ് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുക. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം അതാണ്. പ്രവാചകരോടുള്ള മഹബത്തിന്റെ ഭാഗമാണത്. അങ്ങ് എന്തിനു വേണ്ടി അബൂബക്കറെ നീ കൊടുക്കൂ എന്ന് പറയുന്നുവോ അതിനുവേണ്ടി കൊടുക്കലാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം. അങ്ങ് പറയുന്ന കാര്യത്തിന് വേണ്ടി കൊടുക്കുക, അങ്ങ് പറയുന്ന ആവശ്യത്തിന് വേണ്ടി കൊടുക്കുക, അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ, ഒരിക്കൽ പ്രവാചക സന്നിധിയിൽ വന്നില്ലേ ഒരു ഫഖീറായ മനുഷ്യൻ, ഒന്നുമില്ല, യാചനയാണ്. പ്രവാചകരുടെ സമക്ഷത്തിലേക്ക് വന്നു. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവുക. ആ സാധുവാന മനുഷ്യൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുമ്പിലേക്ക് ചെന്നു. ഈന്തപ്പന ഓലകൾ കൊണ്ട് നിർമ്മിച്ച വീടിന്റെ അകത്തിരുന്നു കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സലാമടക്കി പുറത്തിറങ്ങുമ്പോ ഒട്ടിയ വയറുമായി ഒരു പാവപ്പെട്ട സഹോദരൻ വന്ന് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടതാ, എന്റെ പ്രിയപ്പെട്ട അബൂബക്കറെ, എനിക്ക് വിശക്കുകയാണ്, നാണം മറക്കാനൊരു വസ്ത്രം പോലുമില്ല, അബൂബക്കറെ സഹായിക്കണമെന്ന് പറയുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ട് ഈത്തപ്പഴം എടുത്ത് കൊടുക്കുകയാണ്. അയാൾ പറയുന്നു, അബൂബക്കറെ ഒരു വസ്ത്രം എനിക്ക് തരുമോ? അബൂബക്കറെ, ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം നജസായിരിക്കുകയാണ്, ഇനി ഇത് ധരിച്ചുകൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ല, ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല, ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം വല്ലാതെ മോശമായിരിക്കുകയാണ്, അതുകൊണ്ട് അബൂബക്കറെ എനിക്ക് നല്ലൊരു വസ്ത്രം തരുമോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. 50,000 സ്വർണ്ണ നാണയങ്ങളുമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നയാളാ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പെണ്ണ് കെട്ടാൻ വേണ്ടി മുസ്ലിമാരെ ആളല്ല, പേരും പെരുമയും സഹാരവും കിട്ടാൻ വേണ്ടി മുസ്ലിമാരെ ആളല്ല, സമ്പന്നനായിരുന്ന സമയത്താണ് മുസ്ലിമായത്. അന്ന് ചെറിയ കുട്ടിയായിരുന്നു. 50,000 സ്വർണ്ണ നാണയം കയ്യിലുണ്ടായിരുന്നു. ഇസ്ലാമരം സ്വീകരിക്കുമ്പോൾ അല്ലാഹുവേ പടച്ചവനെ, അവസാനം ഹിജ്റയുടെ സമയമായപ്പോ 40,000 വെള്ളി നാണയമായി ചുരുങ്ങി. എന്ത് ചെയ്തു അത്? അത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്തു. അവസാനം ഇതാ ഈ പ്രിയപ്പെട്ട മനുഷ്യൻ വന്നൊരു മുണ്ട് ചോദിക്കുമ്പോ, നാണം മറക്കാനൊരു വസ്ത്രം ചോദിക്കുമ്പോൾ എന്റെ റസൂലുള്ളാഹി പറഞ്ഞു വിട്ടതല്ലേ, വയൻഫാഖു മാലീ ലദൈക യാ റസൂലല്ലാഹ്, അങ്ങ് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, അങ്ങ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കലാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറഞ്ഞ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ വസ്ത്രത്തിലേക്ക് നോക്കുകയാണ്. ഒരേ ഒരു വസ്ത്രമേ ഉള്ളൂ ഈ അബൂബക്കറിന്, വീടിന്റെ അലമാരയുടെ അകത്തളത്ത് അടുക്കി വെച്ചിട്ടില്ല, വീടിന്റെ അലമാരയുടെ അകത്തളത്ത് മടക്കി വെച്ചിട്ടില്ല. ആകെയുള്ള ഒരേ ഒരു വസ്ത്രമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഒരു വസ്ത്രമെടുത്ത് മടക്കുകയാണ്. ഇപ്പൊ ഔറത്ത് വെളിവായിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഔറത്ത് വെളിവായിരിക്കുകയാണ്. വാതിലടച്ചിട്ട് റൂമിന്റെ അകത്തിരുന്ന് ധരിച്ചിരുന്ന ഉടുമുണ്ടുരിഞ്ഞിട്ട് മടക്കിയിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനാലയിലൂടെ അത് പുറത്തു കൊടുക്കുകയാണ്. അയാൾ സന്തോഷത്തോടെ കൊണ്ടോടുന്നു, നബിയേ
അങ്ങയുടെ അബൂബക്കർ എത്രയോ വലിയ ധർമ്മിഷ്ഠനാ നബിയേ. ഞാൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോ മനോഹരമായ ഒരു വസ്ത്രം എനിക്ക് തന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ് ളുഹർ നിസ്കാരത്തിന്റെ സമയമായി. എല്ലാവരും നോക്കുന്നു എവിടെ? വലതുഭാഗത്ത് നിൽക്കാൻ വേണ്ടി ഓടിവരുന്ന അബൂബക്കർ എവിടെ? വലതുഭാഗത്ത് നിൽക്കാൻ വേണ്ടി ഓടിവരുന്ന അബൂബക്കർ എവിടെ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഖാമത്തിന്റെ സമയത്ത് നോക്കി, അബൂബക്കർ മാത്രം വന്നിട്ടില്ല. എല്ലാവരും നിസ്കരിക്കാമെന്നോ, എന്റെ അബൂബക്കർ മാത്രം നിസ്കാരത്തിന് വന്നിട്ടില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് നബി തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, അബൂബക്കർ എവിടെ? അബൂബക്കർ എവിടെ? അവര് പ്രേമമല്ലേ, അവര് സ്നേഹമല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടില്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ മനസ്സിലും സങ്കടമല്ലേ? അസുര നിസ്കാരത്തിന്റെ സമയമായി. അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോയതായിരിക്കുമെന്ന് കരുതി അസ്ർ നമസ്കാരത്തിന്റെ സമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കിയിരിക്കുകയാണ്. അസ്റിന്റെ ബാങ്ക് റസൂലുള്ളാഹിയുടെ പള്ളി മിനാരത്തിലൂടെ അതങ്ങനെ മുഴങ്ങി കേൾക്കുമ്പോൾ ആ ബാങ്കിന്റെ വിളി കേട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു വരുന്ന വഴിയിലേക്ക് നബി തങ്ങൾ ഇങ്ങനെ കണ്ണും ിരിക്കുകയാണ്. വരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നില്ല. ആ നടന്നു വരുന്ന വഴിത്താര മുഴുവനും മൂകത തളം കെട്ടി നിൽക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്ർ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അസ്ർ കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി കരയുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. എഴുന്നേറ്റിരുന്നു റസൂൽ. എന്നിട്ട് സഹാബത്തിനോട് ചോദിക്കുന്നു, അയിന അബൂബക്കർ, അയിന അബൂബക്കർ സിദ്ദീഖ്, എവിടെ അബൂബക്കർ എവിടെ? സഹാബികൾ പറഞ്ഞു, അറിയില്ല നബിയേ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാലേ ചെല്ലുക, അബൂബക്കറിന്റെ വീട്ടിലൊന്ന് ചെല്ലുക. എന്റെ അബൂബക്കറിനെ കാണാതിരിക്കാൻ കഴിയുന്നില്ല. ഒന്ന് ചെന്നിട്ട് അബൂബക്കറിനെ വിളിക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു ഓടുകയാണ്. ഓടി ചെല്ലുമ്പോഴോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ അകത്ത് ബഹുമാനപ്പെട്ടവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്രയും സമയം ഞാൻ കാണാതിരുന്നിട്ടില്ല അല്ലാഹ്. ഇത്രയും സമയം ഞാൻ കാണാതിരുന്നിട്ടില്ല അല്ലാഹ്. ളുഹർ കഴിഞ്ഞു, അസ്ർ കഴിഞ്ഞു. പുറത്തിറങ്ങിയിട്ട് നബി തങ്ങളുടെ പള്ളിയിലേക്ക് നടന്നു പോകാൻ, അണിഞ്ഞുകൊണ്ട് പോകാൻ, ഉടുത്തുകൊണ്ട് പോകാൻ ഒരു വസ്ത്രമില്ല. ഉടുത്തുകൊണ്ട് പോകാൻ ഒരു വസ്ത്രമില്ല, അണിഞ്ഞുകൊണ്ട് പോകാൻ ഒരു വസ്ത്രമില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം വീട്ടിന്റെ അകത്ത് കിടന്നുകൊണ്ട് പൊട്ടിക്കരയുകയാ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്. സലാം അടക്കിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ റസൂലിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? എന്റെ റസൂലിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? എന്റെ ഹബീബിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂബക്കറേ, അങ്ങയുടെ മുത്തു റസൂൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. എന്തേ നിങ്ങൾ പള്ളിയിലേക്ക് വരാത്തത്? എന്തേ നിങ്ങൾ പള്ളിയിലേക്ക് വരാത്തത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്നു, ബിലാലേ, ബിലാലേ, എനിക്ക് വസ്ത്രമില്ല ബിലാലേ, എനിക്ക് ഉടുത്തുകൊണ്ട് വരാ വസ്ത്രമില്ല ബിലാലേ, എനിക്ക് അണിഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ ഔറത്ത് മറക്കാനുള്ള വസ്ത്രമില്ല ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്ത് പറ്റിപ്പോയി? നിങ്ങളുടെ വസ്ത്രം എവിടെ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ മുത്തു റസൂൽ ഒരാളെ പറഞ്ഞു വിട്ടല്ലോ, എന്റെ ഹബീബ് ഒരാളെ പറഞ്ഞു വിട്ടല്ലോ. എനിക്ക് വസ്ത്രമില്ലെന്ന് പറഞ്ഞ് എന്റെ വീടിന്റെ മുമ്പ് വന്ന് കരഞ്ഞപ്പോ അയാൾ കരഞ്ഞുകൊണ്ട് നിരാശയോടെ എന്റെ കുടിലിന്റെ മുമ്പ് നിന്ന് മടങ്ങിപ്പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഹബീബ്.
അതുകൊണ്ട് എന്റെ വസ്ത്രം ഞാൻ അയാൾക്ക് അടിച്ചു മടക്കി കൊടുത്തു എന്ന് പറയുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഓടുകയാ, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഇതുപോലെ ഒരു ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ല നബിയേ, ഇങ്ങനെ ഒരു സംഭവം അറേബ്യയുടെ മണ്ണിൽ നടന്നിട്ടില്ല. പറയൂ ബിലാലേ, പറയൂ ബിലാലേ. അങ്ങ് പറഞ്ഞു വിട്ട ഒരു സ്വഹാബിക്ക്, അങ്ങ് പറഞ്ഞു വിട്ട ഒരു പാവപ്പെട്ടവന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസ്ത്രം കൊടുത്തു എന്ന് പറഞ്ഞ് അവിടുന്ന് ദ്വാരുന്നല്ലോ. അത് ബഹുമാനപ്പെട്ടവർക്ക് ആകെയുണ്ടായിരുന്ന ഒരു വസ്ത്രമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ ഒന്ന് വീട്ടിൽ പോയി അന്വേഷിക്കൂ ആയിഷ, എന്റെ അബൂബക്കറിന് ഒരു വസ്ത്രം കൊണ്ട് കൊടുക്കാൻ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിച്ച് റസൂലുള്ള പൊട്ടിക്കരയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോയിട്ടൊരു വസ്ത്രം കൊണ്ടുവരികയാ. അതൊരു കറുത്ത കട്ടി കരിമ്പടമായിരുന്നു. അതൊരു നല്ല വസ്ത്രമല്ല, ഒരുപാട് തുളകളുള്ള ഹോളുകളുള്ള ഒരു കറുത്ത കരിമ്പടമായിരുന്നു. യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന കരിമ്പടമായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു കയ്യിൽ വെച്ചുകൊണ്ട് ഓടുകയാ. അബൂബക്കറേ, അബൂബക്കറേ, വാതിലങ്ങോട്ട് തുറന്നിട്ട് ഈ വസ്ത്രം അങ്ങോട്ട് കൊടുക്കുമ്പോ ആ വസ്ത്രം ധരിച്ച പാടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങി ഓടുകയാ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ചെന്നിട്ട് യാ ഹബീബല്ലാഹ്, രണ്ടുപേരും വാരിപ്പുണരുകയാണ്, രണ്ടുപേരും കവിളത്ത് മുത്തം കൊടുക്കുകയാണ്, പൊട്ടി പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധരിച്ചിരിക്കുന്ന വസ്ത്രം നോക്കി ആരംഭ റസൂൽ പറഞ്ഞു, അന്ത ഫിൽ ജന്ന, അന്ത ഫിൽ ജന്ന, അന്ത ഫിൽ ജന്ന, നീ സ്വർഗ്ഗത്തിലാണ് അബൂബക്കറേ, നീ സ്വർഗ്ഗത്തിലാണ് അബൂബക്കറേ, നീ സ്വർഗ്ഗത്തിലാണ് അബൂബക്കറേ. ഉടൻ നോക്കുമ്പോ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. നബി തങ്ങൾ നോക്കുമ്പോ ഇന്ന് ജിബ്രീലിന്റെ ഒരു പ്രത്യേകത, ഇന്ന് ജിബ്രീലിന്റെ ഒരു പ്രത്യേകത, ഒരു കറുത്ത കട്ടിക്കരിമ്പടം ധരിച്ചിട്ടാണ് ജിബ്രീൽ വന്നത്. നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ നിനക്ക് വസ്ത്രമോ, നിനക്ക് വസ്ത്രമോ? അത്ഭുതം തന്നെ, അത്ഭുതം തന്നെ. ജിബ്രീൽ പറഞ്ഞു, നബിയേ എനിക്ക് മാത്രമല്ല നബിയേ, ഇന്ന് വാനലോകത്തുള്ള സർവ്വ മലക്കുകളും ഈ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. എന്തിനെന്നറിയോ? അങ്ങയെ മനസ്സിൽ നിറച്ചു വെച്ച അബൂബക്കർ സിദ്ദീഖ്, അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്ന അബൂബക്കർ സിദ്ദീഖ്, അങ്ങ് പറഞ്ഞുവിട്ട കാര്യത്തിന് വേണ്ടി പണം കൊടുക്കുന്ന അബൂബക്കറിന് സിദ്ദീഖ്, അങ്ങ് പറയുന്ന കാര്യത്തിന് വേണ്ടി എട്ട് ജീവൻ കൊടുക്കാൻ തയ്യാറായ അബൂബക്കറിന് സിദ്ദീഖ്, അങ്ങ് പറഞ്ഞുവിട്ട പാവപ്പെട്ടവന് വേണ്ടിയിട്ട് ധരിച്ചിരുന്ന വസ്ത്രമടിച്ചു കൊടുത്ത മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് വാനലോകത്തെ മാലാഖമാർ മുഴുവനും ഈ വസ്ത്രം ധരിച്ചിരിക്കുന്ന നബിയേ, ഒരു യഥാർത്ഥ പ്രവാചക പ്രേമിയെ കണ്ടില്ലേ? ഒരു യഥാർത്ഥ പ്രവാചക പ്രേമിയെ കണ്ടില്ലേ? ഒരു യഥാർത്ഥ പ്രവാചക പ്രേമിയെ കണ്ടില്ലേ?